മിഖായിലിട്ട് ഒരു കത്തുണ്ട്. ആരുടെയാടി? ഉപ്പുകണ്ടത്തിലെ അമ്മച്ചന്മാരുടെയാ. ആ, മോളിക്കുട്ടിക്ക് ഒരു ചെറുക്കനെ ആലോചിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊട്ടിച്ചേ, വേഗം പൊട്ടിച്ചങ്ങോട്ട് വായിക്കടി. അമ്മച്ചി, ദേ ചെറുക്കനും കൂട്ടരും ബുധനാഴ്ച വരുന്നു. ബുധനാഴ്ച എന്ന് പറയുമ്പോ ഇന്ന് ചൊവ്വ. എന്റെ പാറമാധവേ, നാളെയോ? പന്നിയായി, പോത്തായി, കോഴിയായി. ആ പൊട്ടൻ രാമനോട് ഇച്ചിരി മീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അവര് കിഴക്കുള്ളവരല്ലേ, മീനൊക്കെ അവർക്ക് വലിയ ഇഷ്ടാവും. എടുക്കു കുഞ്ഞിത്താ. സൂസി, ഈ കത്തൊന്ന് വായിച്ചേ. ഓ, ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം അപ്പച്ചാ വായിക്കുന്നത്? അതേടി, കുഞ്ഞച്ചനൊന്ന് കേക്കട്ടെ. കുഞ്ഞച്ചൻ അവൻ നമ്മുടെ ആളല്ലേ. ചെറുക്കന് മുഴുവനും വേണ്ടല്ലോ, ചെറുക്കനെ കുറിച്ച് മാത്രം കേട്ടാ പോരെ? മതി മതി മതി, പോരെ. തൈപ്പറമ്പി എന്നാണ് വീട്ടുപേര്. ചെറുക്കന്റെ വീട്ടുകാർ നമ്മളെ പോലെയല്ല, കഴിഞ്ഞുകൂടാൻ വലിയ സൗകര്യക്കാരാണ്. 8 ഏക്കർ റബ്ബറും 10-14 ഏക്കർ ഏലവും ഉണ്ട്. 4 ചേട്ടാനുജന്മാർ, 3 പേര് കമ്പത്താണ്. കമ്പം തേനി, അവരവിടെ വലിയ നിലയില. ഇളയവനായ, അതായത് നമ്മുടെ മോളിക്കുട്ടിയെ കെട്ടാൻ പോണ കുട്ടിയപ്പൻ, അവൻ മാത്രമേ വീട്ടിലുള്ളൂ. ഇളയ ഒരു പെങ്ങളെ കെട്ടിക്കാനുണ്ട്. കുട്ടിയപ്പനാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായി. അത്രയും വലിയ പഠിത്തക്കാരനാണെങ്കിലും പഠിത്തക്കാരന്റെ ഗമയോ അഹങ്കാരമോ ഒന്നുമില്ല. നല്ല പണിക്കാരനാണ്, കഠിനാധ്വാനിയാണ്. പിന്നെ ഒരു ദോഷമേ ഉള്ളൂ, അത് ഇക്കാലത്തൊരു ദോഷമല്ല. ചെറുക്കൻ അല്പം പരിഷ്കാരിയാണ്. ഒരു ഇച്ചിരി പരിഷ്കാരമൊക്കെ ഇക്കാലത്ത് ഉണ്ടെന്ന് വിചാരിച്ച് അതൊരു ദോഷമാണെന്ന് പറയാൻ ഒക്കുമോ കുഞ്ഞച്ച? അതില്ല. നീ വായിക്ക്. പാന്റ് ഷർട്ടുമേ ചെറുക്കൻ ധരിക്കൂ. സിഗരറ്റ് വലിക്കും. കള്ളുകുടി, പൊടിവലി, കണ്ടമാനമുള്ള നടപ്പ്, അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ല. പിന്നെ പരിഷ്കാരിയായ ഒരു ചെറുക്കനെ ആയിരിക്കുമല്ലോ മോളിക്കുട്ടിക്കും ഇഷ്ടപ്പെടുക. ഏതായാലും പയ്യനെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ശേഷം കാഴ്ചയിൽ എന്ന് കർത്താവിന്റെ ഐക്യത്തിൽ സ്വന്തം കോര. നല്ല പയ്യനാണെങ്കിൽ നടക്കട്ടെന്നേ. മോളിക്കുട്ടിയുടെ ഇഷ്ടമാണല്ലോ പ്രധാനം. പിന്നെ മോളിക്കുട്ടി ഇഷ്ടപ്പെടും പരിഷ്കാരിയാവുമ്പോ. കുഞ്ഞച്ചൻ ചേട്ടൻ ഉറങ്ങിയോ? എന്താ സൂസു കുഞ്ഞെ? ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ? എന്നതാ സൂസു കുഞ്ഞെ? ഞായറാഴ്ച പള്ളിയിൽ പോയി കുമ്പസരിച്ച് കുർബാന കൈക്കൊണ്ട ആളല്ലേ? സത്യം പറയൂ. ചേച്ചിയുടെ പേരിൽ ചേട്ടൻ എന്തെങ്കിലും ആശയുണ്ടോ? ഞാനിങ്ങനെ തുറന്നു ചോദിക്കുന്നത് കൊണ്ട് വിഷമിക്കരുത്. ചേച്ചിയെ കല്യാണം കഴിക്കണമെന്ന് കുഞ്ഞച്ചൻ ചേട്ടന് ആഗ്രഹമുണ്ടോ? നീ എന്നായി പറയുന്നേ? ചേച്ചി അങ്ങനെ വല്ലതും? ചേച്ചി അങ്ങനെയൊന്നും പറഞ്ഞില്ല, പക്ഷെ എനിക്കങ്ങനെ തോന്നി. അതിപ്പോ ഞാൻ ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കണ്ടാ കൊള്ളാവുന്ന ഒരുത്തൻ, കേറിക്കിടക്കാൻ ഇടവും 10-15 ഏക്കർ സ്ഥലവും പരിഷ്കാരിയുമായ ഒരുത്തൻ വരുമ്പോ പിന്നെ ചട്ടമ്പിയും പറയാൻ കൊള്ളാവുന്ന ഒരു അഡ്രസ് ഇല്ലാത്തവനും ജയിലിൽ കിടന്നവനും ഒക്കെ ആയി പിന്നെ ഞാൻ എങ്ങനെയാ അത് അങ്ങനെ ഒരു ആശ ഉണ്ടെ തന്നെ പറയുന്നേ? ആശയുണ്ട്, അത് മറന്നു കളഞ്ഞു. മോള് പോയി കിടക്ക്. ചേച്ചി, ചേച്ചി, എന്താ ചേച്ചി? എന്ത് പറ്റി ചേച്ചി? എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് കല്യാണം വേണ്ട. അതെന്താ ചേച്ചി? ചേച്ചിക്ക് അയാളെ കണ്ടിട്ടില്ല. പറഞ്ഞു കേട്ടിടത്തോളം മോശമുണ്ടെന്നും പറയാൻ പറ്റില്ല. പിന്നെ എന്താ ചേച്ചി? എനിക്ക് വേണ്ട. എങ്കിലത് തുറന്നു പറഞ്ഞൂടെ? ഇല്ല, തുറന്നു പറഞ്ഞാലും ഇതേ നടക്കും. നീ പറഞ്ഞ പോലെ പറഞ്ഞു കേട്ടിടത്തോളം അമ്മാച്ചന്മാർക്കും അമ്മച്ചിക്കും അപ്പച്ചനും ഒക്കെ വലിയ താല്പര്യമായിട്ടിരിക്കുക. നമ്മുടെ നിലവിട്ടുള്ള ഒരുപാട് ഉയർന്ന കല്യാണമല്ലേ, അവരിതേ നടത്തും. വേണ്ടെന്ന് പറയാനുള്ള കാരണം
അതെനിക്കിപ്പൊ പറയാൻ വയ്യ. ഇനിയിപ്പൊ എന്തോ ഒരു മാർഗം. ആ, അപ്പുറത്തുള്ള കുഞ്ഞച്ചനോട് പറഞ്ഞാലോ? കുഞ്ഞച്ചൻ ചേട്ടനോടോ? ചേച്ചിക്ക് കുഞ്ഞച്ചൻ ചേട്ടനെ സത്യമാണോ ചേച്ചി? കുഞ്ഞച്ചൻ ചേട്ടൻ ഇത് കേട്ടാ വലിയ സന്തോഷായിരിക്കും. നീ ഇപ്പം ഇതേക്കുറിച്ച് ഒന്നും ചോദിക്കരുത്, ഒന്നും പറയും വേണ്ട. അയാളോട് ഒന്ന് പറയണം. ആരാത്? പതുക്കെ. നിങ്ങൾ ഈ സമയത്ത്? ചേച്ചി, നിങ്ങൾ സംസാരിക്ക്, ഞാനിങ്ങോട്ട് മാറിയിക്കാം. സൂസി, ഇല്ല, സംസാരിക്ക്. ഞാനൊരു സഹായം അഭ്യർത്ഥിക്കാനാണ് വന്നത്. എന്ത് സഹായം? നാളെ വരുന്ന ആ കല്യാണാലോചന എനിക്കിഷ്ടമല്ല. അപ്പച്ചനും അമ്മച്ചിയും അത് നടത്തും. അതെങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം. ഞാനിങ്ങനെ പറഞ്ഞൂന്ന് അമ്മച്ചിയും അപ്പച്ചനും അറിയുകയും ചെയ്യരുത്. ഇതെന്തത്? ഇത് കോഴിയാ, പന്നി വറക്കുന്നുണ്ട്. ആ, മോളിക്കുട്ടിയെ കാപ്പിക്ക് ഇച്ചിരി വെള്ളം കൂടെ വെച്ചാടി. ദേ അവര് വന്നു കേട്ടോ. അങ്ങോട്ട് ചെന്നേ, ഇത് കിട്ടു. നമസ്കാരം. നമസ്കാരം. ചെറുക്കൻ ഞങ്ങളാരെയും കണ്ടാൽ ചെറുക്കനായിട്ട് തോന്നത്തില്ലയോ? ചെറുക്കൻ പരിഷ്കാരിയാണെന്ന് പറഞ്ഞു. നിങ്ങളിൽ ആരും അങ്ങനെ ഒരു പരിഷ്കാരം ഒന്നും ഞാൻ കണ്ടില്ലേ. ഞാനാ ചെറുക്കന്റെ അപ്പൻ അന്ത്രോസ്. ഞാൻ പെണ്ണിന്റെ അപ്പൻ മിഖായേ. കുട്ടിയപ്പാ, ഫാദർ ഇൻ ലോ ആണല്ലേ? കുട്ടിയപ്പനാണില്ലേ? ഇത് പെണ്ണിന്റെ അമ്മ ഏലിയാമ്മ. ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. ഓരോ അളിയന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ഒരേ ഒരു കുഞ്ഞു പെങ്ങളെ പറ്റി. മോനെ, ഓ, ഒരു പരിഷ്കാരി. Don't touch. വാ. കണ്ടോടി കണ്ടോടി, പാന്റും കാൽസറായും ബെൽറ്റും. എന്നാ ഒരു പരിഷ്കാരി, എന്നാ മണമാ അവന്റെ അടുത്ത്. ഏതൊക്കെ സെന്റ് അവനടിച്ചിരിക്കുന്നു. സെന്റ് അടിച്ചിരിക്കുന്നൊക്കെ ശരിയാ, എന്നാൽ ഇതൊന്നും അല്ല മച്ചി ഇപ്പോഴത്തെ പരിഷ്കാരം. പിന്നെ എന്നതാടി പരിഷ്കാരം? പാന്റിന് പാന്റില്ലേ, ബെൽറ്റിന് ബെൽറ്റില്ലേ, സെന്റിന് സെന്റില്ലേ, പിന്നെ എന്നാ വേണോന്ന്. ഓ, എന്റെ അമ്മച്ചി, ഇതൊരു 25 വർഷം മുമ്പുള്ള പരിഷ്കാരാ. മിണ്ടി പോരുത്. നിനക്കല്ല, അവക്ക് ഇഷ്ടമായി. അവിടെ മോഹം കണ്ടാ എനിക്കറിയാവല്ലോ. നീ അങ്ങോട്ട് ചെല്ലടി. എന്റെ അമ്മച്ചി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ കാട്ടുമാക്കാനെ നമുക്ക് വേണ്ട. നീ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഒരു ഒറ്റ ചേമ്പങ്ങ് വെച്ചിരുന്നു ഞാൻ കേട്ടോ. പെണ്ണിന്റെ ഇത്തിരി കൂടുന്നുണ്ട് നേളിപ്പ്.